എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നൂറിൻ ഷരീഫ് എന്നാണ്. ഒരു അഡാർ ലവ് എന്ന സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഗാഥ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും മൂവി കണ്ടിട്ടുണ്ടായിരിക്കും, കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് നന്ദിയുണ്ട് ആദ്യം തന്നെ ഗാഥയെ ഇഷ്ടപ്പെട്ടതിനും സിനിമ ഇഷ്ടപ്പെട്ടതിനും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രേക്ഷകർ ഇത്രത്തോളം സ്വീകരിക്കുന്നുണ്ട്. സോ കുറേ ഹായ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സമീർ അലി ഹായ്, ജയേഷ് ഹായ്, അപ്പൂസ്, നൂറിൻ ഹായ്, ഹലോ നൂറിൻ ഹായ്. ഫിലിം സൂപ്പർ സുജിത്ത്, താങ്ക് യു സോ മച്ച് സുജിത്ത് ചേട്ടാ. ഹായ്, ഗുഡ് ഈവനിങ്. വാണി മഹേഷ് ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും ഇസ്ലാം. ഫസൽ തനലൂർ. ഓക്കെ, സിനിമയെ പറ്റി രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു. കുറേ ആളുകൾക്ക് ഇഷ്ടമായി, നല്ല മൂവിയായിരുന്നു, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുറച്ച് പേർക്ക് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ അത്ര നേരം എൻ്റർടൈൻ ചെയ്തിട്ട് പെട്ടെന്ന് ക്ലൈമാക്സ് നമ്മൾ എത്രയും ഫ്രീസാക്കിയെന്ന് പറഞ്ഞും കുറേ പേരുണ്ടായിരുന്നു. സോ എന്തായാലും സിനിമ നാളെ മുതൽ, തേഴ്സ്ഡേ മുതൽ പുതിയ ക്ലൈമാക്സോടുകൂടിയാണ് തിയേറ്ററിൽ വരുന്നത്. നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. അറിയാം കുറേ പേര് ആദ്യം ഇഷ്ടമായ ആളുകളുണ്ട്. ഭൂരിഭാഗം പേർക്ക് ഒരഭിപ്രായം വന്നപ്പോൾ എന്തായാലും ഒരു ചാൻസ് നമുക്ക് കിട്ടിയാൽ നമ്മളത് ബെറ്റർ ആക്കാൻ നോക്കുമല്ലോ. സോ ഒരു ദിവസം കൊണ്ട് നമ്മൾ അത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് അത്രയും റിക്വയർമെൻറ്റ്സ് എല്ലാം വളരെ ഫാസ്റ്റാക്കി ചെയ്തൊരു പുതിയ ക്ലൈമാക്സ് ആയിട്ടാണ് വരുന്നത്. ഹായ്, ഞാൻ മൂവി കണ്ടു. ജിഷ്ണു, താങ്ക് യു സോ മച്ച് ജിഷ്ണു ചേട്ടാ. ഷരീഫ്, ക്ലൈമാക്സ് വീണ്ടും മാറ്റിയില്ലേ? അതെ, ക്ലൈമാക്സ് മാറ്റേണ്ടി വന്നു. കുറേ പേർക്ക് ക്ലൈമാക്സിൽ അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ടാണ്. ഗോകുൽ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്, ഹിയറിംഗ് ഗുഡ് തിങ്സ് അബൌട്ട് യുവർ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് ഗോകുൽ ചേട്ടാ. മുഹമ്മദ് റോഷൻ ആലുവ, ഹലോ ഹായ്. ഏതാണ് അടുത്ത പടം? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ദൈവം സഹായിച്ച് നല്ല പടം കിട്ടുമ്പോൾ അതിലൊരു പാർട്ടാവാണെന്നാണ് വിചാരിക്കണേ. അഡാർ ലവ് പൊളിച്ചു, താങ്ക് യു. അപ്പൂസ് ശരത്, താങ്ക് യു ചേട്ടാ. ഹായ് നൂറൻ, ഹായ് അഖിൽ ചേട്ടാ. നൗഷാദ് ലേഡീസ് മാൻ, എനിക്ക് എടുത്ത് പറയണം, എനിക്ക് എൻ്റെ സിനിമയിൽ അഡാർ ലവിൽ എൻ്റെ ഒരു 30% കോസ്റ്റ്യൂംസ് ലേഡീസ് പ്ലാനറ്റിൽ നിന്നാണ്. നൗഷാദക്ക, താങ്ക് യു സോ മച്ച്. ജോഷി ജോസഫ് ഹായ്. വിഷ്ണു വിജയൻ, ഹൗ ആർ യു? ഐ എം ഫൈൻ ചേട്ടാ. കെവിൻ സജി, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഹലോ തെരു, ഹായ്. എബിൻ ജോർജി. ഷബാന, ഹായ് ഷബാനത്ത, ഹലോ. ഹായ് നൂറിൻ, നല്ല പടം. ജാസിം ഖാൻ, താങ്ക് യു സോ മച്ച്. ഫിലിം സൂപ്പർ ആവട്ടെ, താങ്ക് യു. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ സിനിമ ഇറങ്ങിയപ്പോൾ ഇത്രയും എല്ലാവർക്കും ഇഷ്ടമായി. കുറേ ഫോൺ കോളാണെങ്കിലും മെസ്സേജസൊക്കെ നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് എന്നെ നിങ്ങൾ സ്വീകരിച്ചതിൽ. ഹാരി, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. സുനീഷ് കുമാർ, സുഖമാണോ? സുഖമായിരിക്കുന്നു. പടം കണ്ടു, വെയിറ്റിംഗ് ഫോർ അനദർ ക്ലൈമാക്സ്. അഗ്നീഷ് നാനി, താങ്ക് യു സോ മച്ച് ചേട്ടാ. അർജുൻ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ന്യൂ ക്ലൈമാക്സ്. നിതിൻ രാജ്, താങ്ക് യു. ബിപിൻ ചന്ദ്രൻ, ഫസ്റ്റ് ഷോ കണ്ട ഞാൻ മണ്ടൻ. അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. നമ്മളിപ്പോൾ കുറേ പേർക്ക് വേണ്ടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, പക്ഷേ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. ഹായ് ലിജോ ജോയ്, ഹായ് ചേട്ടാ. ഷിഹാസ്, ഗുഡ് ആക്ടിങ്, താങ്ക് യു. സുനീഷ് കുമാർ, സുഖമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കൊച്ചിയിലാണുള്ളത്, സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്.
ഹാഷിർ, ഞാൻ കമൻറ്റ് കണ്ടില്ലായിരുന്നു, അതായിട്ട് ഞാൻ വായിക്കഴിഞ്ഞ, ഞാൻ മനഃപൂർവ്വം വായിക്കഴിഞ്ഞല്ല. Sun's golden love the moon, sun's love, nice and compliment. Nooran Jilbi Koshi, thank you. Noodles Mudi Kolla Mubashir, thank you. Ajmal Abdul, thank you. Super Padamanna Hashir, thank you so much. എന്തിനാ പഠിക്കുന്നത്? ഞാനിപ്പോൾ കൊല്ലത്താണ്, ഇൻ്റഗ്രേറ്റഡ് MBA സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. സജു എസ്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ, താങ്ക് യു. അശ്വതി ജോഷി, താങ്ക് യു അശ്വതി ചേച്ചി, വിഷ് ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സോ മച്ച് ചേച്ചി. ഓൾസോ ഗുഡ് ആറ്റിറ്റ്യൂഡ്. തോമസ് ജോസഫ്, എന്തായാലും പോയി സിനിമ കാണണം, ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. അടാലോ പുതിയ ക്ലൈമാക്സ്, ആദ്യം കണ്ടപ്പോൾ അടുത്ത ടിക്കറ്റ് കാണിച്ചാൽ പുതിയ ക്ലൈമാക്സ് തരുമോ? സൂപ്പർ മൂവി. മനുരാജ് പ്രണാം, താങ്ക് യു സോ മച്ച് ചേട്ടാ. അജ്മൽ അബ്ദുൽ ഹാരിസ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്നെ ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അത്രയും ആളുകൾക്ക് ഗാഥയെ മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, കാരണം നിങ്ങളാണ് എന്നെ വളർത്തിയത്. ഇപ്പോൾ മനു കൃഷ്ണൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹാഷിർ, എൻ്റെ നീസ് റന ഫാത്തിമയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ റന ഫാത്തിമ. പടത്തെക്കുറിച്ച് സിനിമ ഒരു ചെറിയ സ്കൂൾ ലവ് സ്റ്റോറിയാണ്, അത്രയേ ഉള്ളൂ. ഒരുപാട് നമ്മൾ സ്കൂളിലുണ്ടാവുന്ന കുറേ ഇൻസിഡൻസിൻ്റെ ഒരു എന്താണ് കാർബൺ കോപ്പിയാണ് മൂവി. ആക്ടിങ് സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഡയറക്ടർ സാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഡയറക്ടർ സാറിൻ്റെ കൊടുക്കും. ഹലോ, ഹായ്. ഒമറിക്ക കരിങ്കോഴി കച്ചവടം നിർത്തിയോ? ഇല്ല, ഇനിയിപ്പോൾ മിക്കവാറും ചിലപ്പോൾ അത് വേണ്ടി വരും. ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ഗൈസ് ടു എൻഡ് ദി ക്ലൈമാക്സ്. ഗുഡ് ഡിസിഷൻ. ഹോപ്പ് ടു സീ യു ഓൾ ഇൻ മോർ മൂവീസ്. ഒന്നും പറയാനില്ല. സൂപ്പർ ഗാഥ, സൂപ്പർ ഗാഥ, സൂപ്പർ. അഡാർലോ നിങ്ങളാണ് നായിക. വെരി ബ്യൂട്ടിഫുൾ ലേഡി. പോയി, നൂറിൻ പോയി. ഒരു അപ്പം എല്ലാവരും അഡാർ ലവ് കാണണം. നാളെ മുതൽ പുതിയ ക്ലൈമാക്സ് ആണ്. ഇപ്പം ഇതിൻ്റെ പൈറേറ്റഡ് കോപ്പി കുറേ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളാരും അത് കാണരുത്, ലീക്ക് ചെയ്തിട്ടുള്ളത്. ആരും ലീക്ക് ചെയ്തിട്ടുള്ളത് കാണാൻ നിൽക്കരുത്. അഡാർ ലവ്. അപ്പോൾ നാളെ മുതൽ പുതിയ ക്ലൈമാക്സ് ആണ് അഡാർ ലവിൻ്റെ. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഇപ്പോൾ പക്കൊരു ഒമർ ലുലു പടമാണ്. ഷാജൻ ഇക്ക, നിങ്ങൾ പൊളിയാണ്, താങ്ക് യു. ഹായ് ഒമർക്ക. അർജുൻ, ഹായ് അർജുൻ. നമ്മുടെ ക്ലൈമാക്സ് ഒക്കെ മാറി. അപ്പം നാളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ഒന്നും കൂടി കാണണം. വിഷ്ണു ചേട്ടാ, ഇനി പോയിട്ട് എന്തായാലും പടം കാണൂ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവും. കാരണം കരിങ്കോഴി ഇല്ല, എല്ലാം വിറ്റ് തീർന്നു. കരിങ്കോഴി ഇല്ല എടുക്കാൻ. ഇനി ഇവനാണുള്ള കരിങ്കോഴി. സിയാദ്, ഇവിടത്തെ കോഴി ഇവനാ സിയാദ്. ഹലോ, അഡാർ ലവ് 2 ഉണ്ടോ? ഡീഗ്രേഡ് ചെയ്യാ. നമ്മൾ ആദ്യം തേർഡ് പാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് ചെയ്യും.
ക്ലൈമാക്സ് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹായ് ഇക്ക, കണ്ടവരൊക്കെ പടം കൊള്ളാം. താങ്ക് യു ബ്രോ, താങ്ക് യു. നല്ല പ്രിൻ്റാണോ തമിഴ്? നല്ല കാര്യം. തമിഴ് റോക്കേഴ്സിലൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ. ഇതുവരെ ഇറങ്ങിയില്ല ന്യൂ ക്ലൈമാക്സ്. bro, നാളെ നാളെ ഇറങ്ങും ബ്രോ. ഓൾറെഡി പ്രിൻ്റ് ഇറങ്ങി. പ്ലീസ് ബ്രോ ഫുഡ്. ഇല്ല, കുഴപ്പമില്ല. പ്രിൻറ്റിനുള്ള പരിപാടി തന്നെയാണ്. നമുക്ക് നാളെ പുതിയ ക്ലൈമാക്സ് പുതിയ സിനിമയായിട്ട് നിങ്ങൾക്ക് കാണാം. പ്രിയ വാര്യരെ വേണ്ടായിരുന്നു, ഒരാവശ്യം ഇല്ല. അതാ വന്നു. ഇതാ ശരിക്കുള്ള കരിങ്കോഴി. അടുത്ത ആഴ്ച പുതിയ ക്ലൈമാക്സ് ഉണ്ടാവോ? ഇല്ലില്ല, അടുത്ത ആഴ്ച നാളെ കൊണ്ട് നിർത്തി. എന്താണ് പറഞ്ഞത്? ക്ഷമിക്കണം. ഹായ് ബ്രോ. സിയാദിന്റെ കൂട്ടുകാരൻ. ഇന്നലെ ചോദ്യമാണ്, ദിലീപുമായി സിനിമ ഉണ്ടാവുക? ഒമർക്കായോട് ചോദിക്കണം. അതൊക്കെ വരുമ്പോൾ എടാ കുട്ട, നീ പോയി. അർജുനെ ഹൈ. അർജുൻ ഹരികുമാർ കുട്ട, ക്ലൈമാക്സ് കിടു മാറ്റണ്ടായിരുന്നു. നിങ്ങൾ പൊളിച്ചു. വാട്സപ്പ് നമ്പർ തരുമോ? പൈസയുടെ നമ്പർ തരാലോ. പൈസ പറഞ്ഞു 9447. എന്താണ് എനിക്കിട്ട് തമിഴ് റോക്കേഴ്സ് ബ്രോ. നമ്മൾ ആദ്യത്തെ പടം കൂടെ വയ്ക്കണം. ക്ലൈമാക്സിനി മാറ്റുമോ? ചെയ്താൽ പോയി ഫൈനലാണ്. തടിയാ സൂപ്പർ സ്മൈൽ തേർഡ് പേഴ്സൺ അലൻ സാമൻ. അതായിരിക്കും. താങ്ക് യു. നല്ല മനുഷ്യരാണ്. പാം ഒരു പ്രാവശ്യം കണ്ടൊരു ക്ലൈമാക്സ് മാത്രമാണ് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഇവിടെയാണെന്ന്. എന്നാണ് റിലീസ്? മിസ്സും ഇവിടെ. സിയാദ് മച്ചാനെ, നിങ്ങളും മിസ്സും ഇവിടെ. ഏത് ലാസ്റ്റ് മലർ മിസ്സായോ? തടിയനെ കൊല്ലണം. പുതിയ ക്ലൈമാക്സ് കണ്ട് അടിപൊളി. പുതിയ ക്ലൈമാക്സ് ഇറങ്ങിയോ? ഇതിപ്പോ എന്ത് ക്ലൈമാക്സ് മാറ്റുന്നതിന് റീസൺ? സന്തോഷ് പണ്ഡിറ്റിന്റെ ഫിലിം വിട്ടാൽ പൊളിക്കൂ ഫോർ നെക്സ്റ്റ് ക്ലൈമാക്സ്. ഒരു കഥ പറയാം. 100 വരും. ആ മച്ചാൻ്റെ ഫസ്റ്റ് മച്ചാൻ്റെ തകർത്ത് കൂടെ ഉണ്ട്. നല്ല പടം. താങ്ക് യു. നാട്ടിൽ വന്നാൽ ഉടനെ ആദ്യം കാണാമെന്ന് വിചാരിക്കും. നല്ല പടം. നല്ലതായിരുന്നു. സൂപ്പർ ഭാവിയുള്ളവനാണ്. താങ്ക് യു. ശങ്കർ ശിവ, താങ്ക് യു. തടിയൻ സൂപ്പർ ആക്ടിങ്. താങ്ക് യു ബ്രോ. മോജോ ജോസ് തൃശ്ശൂർ, താങ്ക്സ് എല്ലാവരും ബ്രോ. സൗദി റിലീസ് ഉണ്ടോ? ഇല്ലെങ്കിൽ തമിഴ് റോക്കേഴ്സ് ശരണം. അവിടെ എഡിറ്റിംഗ് ആണ്. നിങ്ങൾ പിടിച്ചോ. വായിച്ചോ. ഓൾ ദി ബെസ്റ്റ് ബ്രോ. താങ്ക് യു. പ്രിയ ഇല്ല. പഴയ ടിക്കറ്റിൻ്റെ കഷ്ണം കൊടുത്താൽ ഡിസ്കൗണ്ട് ഉണ്ടോ? അത് ആ തിയേറ്ററിൻ്റെ അടുത്ത് ആരടുത്ത് ചോദിക്കണം. സിയാദിൻ്റെ പേര് പറഞ്ഞാൽ മതി. അതെ. മിഡിൽ വൺ ഈസ് ലുക്കിംഗ് ഫാറ്റ് ബട്ട് ക്യാരക്ടർ ഈസ് സിമ്പിൾ. ബെസ്റ്റ് വിഷസ്. താങ്ക്സ് ബ്രോ. അല്ല അത് പിന്നെ അല്ല. താങ്ക് യു. ആരെ സോങ്സ് കിടു. താങ്ക് യു ബ്രോ. നിങ്ങൾ പൊളി. തടിയ എന്തോ തടിയാണ്. എത്ര വലിയ ജാലയും തലയിൽ കയറ്റിയാണ്. തിരിയുമ്പോ ഇൻഡിക്കേറ്റർ എടുത്ത് ഒരു ഓട്ടോറിക്ഷ കൊടുക്കാനുണ്ട്. പ്ലീസ് പ്ലീസ് ആരെങ്കിലും ആ ഓട്ടോ ഒന്ന് വാങ്ങിച്ച് ആ പുള്ളി രക്ഷിക്കണം. നമ്പർ ഉൾപ്പെടെ നമ്മളത് നമ്പർ ശരിയാക്കി തരാം. നമ്പർ വിളിക്കാം. നമ്മൾ ആ നമ്പർ എന്തായിരുന്നാലും 100 അവിടെ ഇതണ്ടേ. 100. ശരി. ചേട്ടൻ വീണ്ടും ഓട്ടോ ഇട്ടിട്ടുണ്ട്.
ആ ഓട്ടോക്കാരൻ ഷാഫി ബ്രോ ഒരു ഓട്ടോ വിൽക്കാനുണ്ട്. നൂറിന് റൊമാൻറ്റിക് ലുക്ക്. ഞാൻ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ പോലീസ് സീൻ ചാറാക്കിയെന്ന് തടിയാ. രാജസൂര്യ റോഷൻ മെഗാസ്റ്റാർ എവിടെ? റോഷൻ ബാർ ഇല്ല. സിനിമ നന്നായിട്ടുണ്ട്. എക്സ്പെക്ടിങ് മോർ. താങ്ക് യു ബ്രോ. സിജോ ചേട്ടാ 3 പൊളിയാണ്. ഓ താങ്ക് യു. റഷീദ് ഖാൻ താങ്ക് യു. നിങ്ങൾ നല്ല നടന്മാരാ. ഗഫൂർ കിട്ടുമോ? ചോകരുത്. സൂപ്പർ കുട്ടൂസ്. തടിയൻ കിടു അഭിനയം. സിയാദ് കിടു കാച്ചി. എല്ലാരും പൊളിച്ച്. ഗാഥ സൂപ്പറാണ്, പൊളിച്ച്. ഇഷ്ടായി. നൂറിന് ഇഷ്ടം. കടിക്കാത്ത ഡിനോസർ കുഞ്ഞുങ്ങൾ. അഖിലെ 2 ഇവിടെ നമുക്കും വേണം കുഞ്ഞുങ്ങൾ. വേണ്ടേ? ഡൈനോസർ കുഞ്ഞുങ്ങൾ. ഇവന്റെ മുഖം കണ്ടിട്ട് പറഞ്ഞാണ് തടിയൻ. സിജോ ചേട്ടാ എന്താ സംഭവം? തടിയൻ സൂപ്പർ ഇഷ്ടായി. താങ്ക് യു ബ്രോ. പ്രതിവേട്ട നമ്മുടെ പടം ഇറങ്ങി, അതാണ് സംഭവം. പടം നെഗറ്റീവ് റിവ്യൂ ആണല്ലോ, എന്നാലും ഞങ്ങൾ പടം കാണാൻ പോകുന്നുണ്ട്. താങ്ക് യു ബ്രോ. റിവ്യൂ ഒന്നും കേൾക്കാതെ നിങ്ങൾ കേട്ടിട്ട് കണ്ടിട്ട് സപ്പോർട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നൂഡിൽ ഹെയർ സ്റ്റൈൽ കൊള്ളാം കേട്ടോ. കുട്ടൂസ് ഇല്ലാത്ത എന്ത് ആഘോഷം. റിൻഷാദ് ബൈ താങ്ക് യു. ഓൾവേസ് ഐ പ്രേ ഫോർ യുവർ സക്സസ്. തിയേറ്റർ എക്സ്പീരിയൻസ് നൈസ്. ഓക്കെ, ഫിലിമിന് വല്ല വിശേഷങ്ങളും പറയും. ഫിലിമിൻ്റെ വിശേഷങ്ങൾ പറയാം. നമ്മളെ ക്ലൈമാക്സ് ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നാളെ മുതൽ എല്ലാ തിയേറ്ററിലും റിലീസാവും. ഇന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ ഇന്ന് കുറച്ച് എന്താ ടെക്നിക്കൽ എറർ കാരണം നാളെ മുതൽ പുതിയ ക്ലൈമാക്സ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പോയി കാണുക. കണ്ട് ഇഷ്ടമായ പ്രിയ ബാക്കിയല്ല ഫിലിം ആൻഡ് യു ആർ കിഡു മൈ ചങ്ക്സ്. താങ്ക് യു ശ്രീനേഷ്. എൻ്റെ വരുന്നുണ്ടോ? കോണ്ടാക്ട് നമ്പർ ചോദിച്ചു കിട്ടും. കിട്ടും, പക്ഷെ ഞാൻ കണ്ടില്ല. കണ്ടിട്ട് ശരിക്കും പറയാം. താങ്ക് യു. ആൾ ടീം വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പരമബോ. ഓക്കെ, താങ്ക് യു. ആരും നല്ല പടം കിട്ടിയാൽ അഹങ്കരിക്കുന്നവരെ നാടി നടന്മാർ അതുപോലെ നമുക്ക്. ഞാൻ 4 പടമല്ല, ഞാൻ കുറച്ച് പടം ചെയ്തിട്ടുണ്ട്. പാവമാണ്. നൂറും വരൂ കാലത്ത്. ഇന്റർനാഷണൽ ക്രഷ് എവിടെ? നിങ്ങളിൽ നല്ല നടന്മാർ വിളിച്ചിരിക്കുന്നു. താങ്ക് യു ബ്രോ. എല്ലാവരും സൂപ്പർ. നൂറും കിടുക്കി. നിലമ്പൂർ ക്ലൈമാക്സ് ഹാപ്പി എൻഡിങ് ആക്കുമോ? അല്ലേ? ഗാഥ മാത്രം കലക്കി. ഹായ് നൂറിൻ ഷെരീഫ്. ഗാഥ മാത്രം കലക്കി. ഒളിമ്പിയ ആന്റണി ആദം സോങ് ഒന്ന് പാടുവോ? റോഷൻ കേൾക്കട്ടെ. ചേട്ടൻ നന്നായിട്ട് പാടുന്നതാണ്. എനിക്ക് പാട്ട് താങ്ക് യു ബ്രോ. അഭിജിത്ത് ബ്രോ. സിയാദ് ബ്രോ പൊളിയാണ് ബ്രോ. ക്ലൈമാക്സ്. ഹലോ ബ്രോ. ഹായ്. എല്ലാവർക്കും ആശംസകളും. സിയാദിന് രാഹുൽ ചേട്ടാ പിന്നെ വലിയ ഇഷ്ടമാണ്. കാക്കോത്രി എനിക്ക് സുഖമല്ല. നമ്മൾ പോലും. ഓ ഹലോ സൂപ്പർ കുട്ടൂസ്. ഓവറാക്കി ചളമാക്കി. അതാരാ? ഞാനായിരിക്കണമല്ലോ. ബിജു മോഹൻ കുമാർ. അതാരായിരിക്കും? ലാസ്റ്റ് വല്ലാത്ത ഫീലാക്കി കളഞ്ഞു ഷിനാസ്. താങ്ക് യു. അത് ക്ലൈമാക്സ് അത് കാരണം ഭയങ്കര ഫീല് കൂടിപ്പോയി എന്ന് അറിഞ്ഞു. അപ്പോൾ അത് കാരണം മാറ്റി. പിന്നെ വേറെയും കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് എല്ലാവരും കാണണം. പുതിയ കുറേ കുട്ടികളുടെയൊക്കെ സംരംഭമാണ്. പിന്നെ ഞാനും ഇതിൻ്റെ പിന്നിൽ കുറേ നാളായി. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലാണ് ഫിലിമൊക്കെ വിജയിക്കുള്ളൂ. നാസർ, നിങ്ങൾ വേണ്ട, നൂറിൻ മതി ലൈവിൽ. ഇനി അവളെ തിയേറ്ററിൽ കാണും, നിങ്ങൾ ലൈവിൽ കാണല്ലോ പ്ലീസ്. കാക്കോത്രി സിയാദിൻ്റെ സിയാദ് ബ്രോ നിങ്ങൾ പൊളിച്ചു. സിജോ ജോൺ ഉമർക്ക്. ഹായ് സിജോ.
അജ്മൽ TP അവസാനം അല്ല, അത് മാറ്റി. ക്ലൈമാക്സും കുറേ മാറ്റി. കുറേ ചേഞ്ചുകളോട് കൂടിയിട്ട് കുറേ ചേഞ്ച് വന്നു. നാളെ ഒരു പുതിയ രൂപത്തിൽ അഡാർ ലവ് വരും. വൈശാഖേ ഹായ്. ഹായ് വൈശാഖ്. ഇൻ്റർവെല്ലിന് പോകേണ്ട ഞങ്ങളെ കാണാൻ വരുത്തിയ നൂറിനാണ്. അപ്പോൾ ക്ലൈമാക്സ് ഒക്കെ മാറ്റി. അപ്പോൾ ഇനി ഒന്നും കൂടി നല്ല ഫ്രഷ് ആയിട്ട് സ്ഥിരം ഒമർ ലുലു പടം പോലെ നിങ്ങൾക്ക് ചിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാം. പടം സൂപ്പർ. മണിച്ചേട്ടനുള്ള ഡെഡിക്കേഷൻ ടച്ചിങ് ആയി. താങ്ക് യു സമീർ. ഇക്ക നിങ്ങൾ ഇവരെ കൊണ്ട് തന്നെ ഒരു പടം ഒക്കെ ചെയ്യണം. നിങ്ങളിത് വിജയിപ്പിക്കുക, എന്നാലേ എനിക്ക് ഇവരെ കൊണ്ട് വീണ്ടും പടം ജയിക്കാൻ പറ്റുള്ളൂ. മൂവി കണ്ടു പൊളിച്ചിക്ക. താങ്ക് യു വൈശാഖ. താങ്ക് യു. ബിജു മോഹൻ പേരറിയാത്ത കൊച്ചു കുഞ്ഞ് ഓവറാക്കി. ചെറിയ പിള്ളേരല്ലേ. ഉമർക്ക് ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്യുമോ? പിന്നെന്താ ചെയ്യാലോ, ലാലേട്ടനെ വെച്ചിട്ടല്ലേ പടം ചെയ്യേണ്ടത്. മിഥുൻ കെ കിച്ചു സോമർ ഫാൻ. ഓ താങ്ക് യു. നൂറുമോൾ എവിടെ ഉണ്ട് ലിജോ? ക്ലൈമാക്സ് കുറച്ച് ചേഞ്ച് ചെയ്തു, പിന്നെ അതേപോലെ ഇടയിലും കുറച്ച് ചേഞ്ച് വന്നു. ബൈസ്റ്റിൽ പടം കണ്ടിട്ടില്ല എന്നുകൊണ്ട് ഇത് ഹാപ്പി വെഡ്ഡിങ് പോലത്തെ തന്നെ നല്ല കോമഡി ആയിട്ടുള്ള ഫിലിം. പക്ഷേ ക്ലൈമാക്സ് ട്രാജഡി ആയിരുന്നു. അപ്പോൾ അത് മാറ്റി. ഇപ്പം നല്ല അടിപൊളി ഹാപ്പി എൻഡിങ് ആണ്. നിങ്ങൾക്ക് ചിരിച്ച് തിയേറ്ററിൽ പോയിട്ട് അടിപൊളിയായിട്ട് വരാം. അടുത്ത പടത്തിൽ ഒരു ചാൻസ് തരുമോ? ഇത് സക്സസ് ആവട്ടെ എന്നല്ലേ ഇനി അടുത്ത പടമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ പവർ സ്റ്റാർ ഇത് കഴിഞ്ഞാൽ അടുത്ത പടം പവർ സ്റ്റാറാണ്. ഇക്ക നിങ്ങൾ മുത്താണ്. അജ്മൽ TP. അജ്മല താങ്ക് യു. ഞാൻ എന്തായാലും കണ്ടൊരു പ്രാവശ്യം. എന്തായാലും പ്രിയ പക്ഷെ ആണ് ചടപ്പാക്കിയത്. ബാക്കിയുള്ളവരെ വെച്ച് പിള്ളേരല്ലേ. ക്ലൈമാക്സ് പറയാതെ വയ്യ, ശരിക്കും ഫീൽ ചെയ്തു മനസ്സിന്. അത് ഭയങ്കര ചിലർക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞു ക്ലൈമാക്സ്. ഉമർക്ക് പെട്ടെന്ന് തന്നെ ടോറൻറ്റിൽ നിന്നൊന്നും നിങ്ങൾ ഫിലിം കാണരുത്. അതൊക്കെ റിമൂവ് ചെയ്യണുണ്ട്. പിന്നെ ഇന്ന് കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. യുണീക്കായിട്ടുണ്ട് സ്റ്റോറി. താങ്ക് യു. ഉമർക്ക് നൂറിനെ കാണിക്ക്. എല്ലാവർക്കും നൂറിനെ കണ്ടാൽ മതി. കുറച്ച് ഇല്ല കാണിക്കില്ല, കുറച്ച് നേരം എന്നെ കാണുക. നെക്സ്റ്റ് മൂവിയിൽ എനിക്കൊരു ചാൻസ് തരാലോ. നമ്മുടെ ഓഡീഷനൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും വന്നാൽ മതി. ഇപ്പോൾ ഇതേപോലെ ഇപ്പം ഇതിൽ കുറേ കുട്ടികൾക്ക് പുതിയ നമുക്ക് ചാൻസ് കൊടുക്കാൻ പറ്റി. അപ്പോൾ നൂറിൻ ഇഷ്ടം വാട്ട് സ്ക്രീൻ പ്രസൻസ്. ഞാൻ നാളെ മൂവി കാണും. താങ്ക് യു അനില. താങ്ക് യു സുജിത്ത. താങ്ക് യു. നൂറിൻ്റെ നാട്ടുകാരനാണ് ഒരു ഹായ് പറഞ്ഞത്. ഹായ് ബിജു. നൂറിൻ താത്ത എവിടെ? ഇക്ക എനിക്കും അടുത്ത പടത്തിലൊരു ചാൻസ് തരാലോ. എല്ലാവർക്കും തരാം. പവർ സ്റ്റാർ ആരാ നായകൻ? പവർ സ്റ്റാർ നമ്മുടെ ബാബുവാണ് ചേട്ടൻ. ചങ്ക്സ് പൊളിച്ചു. ആഹാ. സിയാദ് ഉണ്ടായാലും ഞങ്ങൾ ഉറപ്പായും പടം കാണും. സിജോ എന്നാ സിയാദ് ഉണ്ട്. സിയാദിനിപ്പോൾ സീൻ കൂടി. UAE അറിയില്ല എന്നാ ക്ലൈമാക്സ്. കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും നാളെ മുതൽ ക്ലൈമാക്സ് വരും. ന്യൂ ക്ലൈമാക്സ് സൂപ്പർ. നാളെ കണ്ടിട്ട് പറയും ന്യൂ ക്ലൈമാക്സ് സൂപ്പർ എന്ന്. ഇറങ്ങിയിട്ടില്ല. നൂറിൻ പൊളിച്ചു. ഉമർക്ക ഗ്ലാമർ അല്ലേ നൂറിൻ വരും. ഓ താങ്ക് യു ശ്രീജിത്തെ. സുഖം. ജിതിൻ ലൂക്ക താങ്ക് യു. അതാണ് യഹ്സാദ്. ക്ലൈമാക്സ് ചെറിയ പ്രോബ്ലം ആയി. റിമൈനിങ് ഓൾ സൂപ്പർ. അത് കാരണമാണ് ക്ലൈമാക്സ് മാറ്റാമെന്ന് വിചാരിച്ചത്. ഇത്രയും കോമഡി ആയിട്ട് പോയിട്ടൊരു ട്രാജഡി വന്നപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഓ ഷെറഫേ സൂപ്പർ. താങ്ക് യു. പടം കണ്ടു വെക്കുക സൂപ്പർ. അപ്പൂസേ മോനെ മുത്തേ താങ്ക് യുടാ. ഒരിക്കൽ കണ്ടു, ഇനി പുതിയ ക്ലൈമാക്സ് ഒന്നും കൂടി കാണാം. ഓ താങ്ക് യു അനീഷ്. സിജോ ജോൺ തോമസ്. ഞങ്ങൾ സിയാദിൻ്റെ ഫാൻസാണ്. ഓ താങ്ക് യു. ബിജു മോഹൻകുമാർ. ഞാൻ നൂറിൻ്റെ നാട്ടുകാരനാണ്. അറിയുമോ എന്ന് ചോദിക്കും. നൂറിൻ കളി അറിയോ? നൂറിനെ അറിയാന്ന്. നീ കഞ്ചാവ് ആണോ? അല്ല, ഐ ആം നോട്ട് കഞ്ചാവ്. അനസ് ഫ്രം കാസർഗോഡ്. ഹായ് ഉമർക്ക. ഹായ് ഉല്ലാസേ. ഹായ്
അജ്മൽ മോനെ ലവ് യൂടാ. ഉമർക്ക 10 മിനിറ്റ് ആയിട്ടാണോ റിലീസ് ചെയ്യുന്നത്? കുറേ ചേഞ്ച് ഉണ്ട്, കുറേ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞൊരു പുതിയ കുറച്ച് ഇതുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഹംസ ഹായ് ഹംസ. അഖിൽ സിയാദ് മോൻ പൊളിയാ, പിന്നെ അവൻ പൊളിയ മുത്തല്ലേ സിയാദ്. ഗാഥ സൂപ്പർ. ഉമർക്ക നിങ്ങളുടെ കോമഡിയാണ് പ്രതീക്ഷിക്കുന്നത്. കോമഡി ആക്കി ഷെഫി, പിന്നെ പടം പക്ക കോമഡിയാണ്, നിങ്ങൾക്ക് വന്ന് കാണും, ഇപ്പോൾ പക്ക ഫീൽ ഗുഡാണ്. സയ്യിദ് ഹായ്. ക്ലൈമാക്സ് മാത്രം ഇട്ടാൽ പോരെ? മാറ്റങ്ങൾ എന്താണെന്ന് അറിയാനും അർജുൻ ബ്രോനെ സപ്പോർട്ട് ചെയ്യാനും മൂവി കൊണ്ട് കാണും. താങ്ക് യു രാകേഷ്. ഷമീറെ ഹായ് ഷമീർ. നൂറിൻ ഷെരീഫ് തകർത്തു കേട്ടോ. ഇപ്പോൾ പക്ക ഹാപ്പി എൻഡിങ് ആണ് അലക്സ പടം കേട്ടാ. ഇല്ലല്ല ഷെഫി, ഞങ്ങൾ ട്രാജഡി ഞാൻ ഇനി ട്രാജഡി സിനിമയെ ചെയ്യില്ല, ഞാൻ നിർത്തി ഇതോട് കൂടിയിട്ട്. ഇനി ഫുൾ കോമഡി പടങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അടുത്ത വർഷം മാസ് ഫിലിമാണ് ബാബുണ്ണി ചേട്ടൻ്റെ പവർ സ്റ്റാർ. ആരുടെയും കമൻറ്റ് വായിക്കാതെ ഞാൻ പോയി പടം കണ്ടു, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അരുൺ പ്രദീപ്. താങ്ക് യു ഡിയർ. ഉമർക്ക ക്ലൈമാക്സ് മാറ്റിയപ്പോൾ കരിങ്കോഴി കച്ചവടം നിർത്തി എന്ന് തോന്നുന്നു. മിക്കവാറും ഇതിൽ കരിങ്കോഴി കച്ചവടം നിർത്തേണ്ടി വരും, കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് പുതിയ ക്ലൈമാക്സ്. ഒരു ദിവസം കൊണ്ട് എടുത്താണ്, എന്നാലും നമ്മൾ മാക്സിമം നല്ല എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾ ഫുൾ ക്രൂ പോയിട്ട് അന്ന് തന്നെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് BGM ചെയ്ത് മിക്സിങ് ചെയ്ത് സെൻസറിങ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഉറങ്ങിയിട്ട് തന്നെ 2 ദിവസമായി, കണ്ണൊക്കെ കണ്ടില്ലേ. വീണ്ടും നല്ല സിനിമ എടുക്കണം. പ്രിയെ പോലെ പെണ്ണുങ്ങളെ ഒഴിവാക്കിയാൽ കൊള്ളാം. പടം പുതിയ ചെറിയ കുട്ടികളല്ലേ, വിട്ടുകള. പടം കണ്ടു അമർക്ക, സൂപ്പറാണ്. ക്ലൈമാക്സ് മാറ്റണ്ടായിരുന്നു, നല്ല ഫീൽ തന്നു. നൂറിൻ പൊളിച്ചു, കൂടെ റോഷനും. അതെന്താണെന്ന് വെച്ചാൽ നസീമെ, കുറേ ആളുകൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എല്ലാവർക്കും, പക്ഷേ അത്ര ട്രാജഡി വന്നപ്പോൾ ആർക്കും ഇത് പ്രിഫർ ചെയ്യാൻ തോന്നണില്ല. പിന്നെ അതേപോലെ റിലീസിന് മുന്നേ ഭയങ്കര ഡീഗ്രേഡിങ്, നിങ്ങൾക്കറിയാലോ. ഫറൂഖ് പടം സൂപ്പറാണ്, ഇനി ക്ലൈമാക്സിന് വേണ്ടി കാത്തിരിക്കുന്നു. താങ്ക് യു. ബാബു അണ്ണി സാറാണ് പവർ സ്റ്റാറിലെ നായകൻ. പക്ക മാസ് പടം. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ ഉപ്പുകണ്ടം ബ്രദേഴ്സൊക്കെ അല്ലേ, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ദാദ, കമ്പോളം, ചന്ത, അങ്ങനത്തെ ഒക്കെ ഒരു ഫോർമാറ്റ് ഫിലിം. ഒക്കെ നല്ല മൂവി, ഒപ്പം കാണാൻ തോന്നുന്നു. ധൈര്യമായിട്ട് പോയിട്ട് ഫാമിലിയായിട്ട് പോയിട്ട് കണ്ടോ. ആക്സിഡൻ്റൽ നടിയുടെ വെറുപ്പിക്കൊണ്ട് പാടാം ഇത്രയും ഡീഗ്രേഡ് ആയതെന്ന് തോന്നുന്നു. ഷെരീജ, ഇതിൽ പ്രിയ മാത്രമല്ലല്ലോ, ബാക്കി എല്ലാവരും പുതിയ ആളുകളല്ലേ, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. എന്താണ്, നിങ്ങളൊക്കെ അല്ലേ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. ഒരാളുടെ പേരിൽ ബാക്കിയുള്ളവരെന്തിനാ ഇതാക്കണത്? എല്ലാവരും കൂടെ ഈ ഒക്കെ ചെറിയ പിള്ളേരല്ലേ. പ്രിയയെ തകർക്കാനാകില്ല. പ്രിയനെ എങ്ങനെ തകർക്കാനാണ്? പ്രിയ ബോളിവുഡൊക്കെ പോയിട്ട് പടം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പ്രിയയ്ക്കൊന്നല്ല ഇത് തകരുന്നത്, ഇത് ബാക്കിയുള്ള കുട്ടികളൊക്കെയാണ് എഫക്റ്റ് ചെയ്യുക. പ്രിയ ഓൾറെഡി അച്ചീവ് ചെയ്യാനുള്ളതെല്ലാം അച്ചീവ് ചെയ്തില്ലേ, ഇനി എന്താ അവൾക്ക് വേണ്ടത്? ബോളിവുഡ് എത്തി, ഇനിയിപ്പോൾ തെലുങ്കിലേക്ക് പടം ചെയ്യാൻ പോണു. ഡീഗ്രേഡ് ചെയ്തവർ ഇപ്പോൾ പടം കാണാനുള്ള ഓട്ടത്തിലാണ്. നാളെ മുതൽ എല്ലാവരും പോയിട്ട് കാണണം. ബർട്ടിൻ ഹായ് ബർട്ടിൻ. കോപ്പ്, ഇയാൾ നമ്മുടെ പേര് പറയില്ലേ? എന്താണ് ബർട്ടിൻ ഇങ്ങനെയൊക്കെ പറയുന്നു? സോനു നൂറിൻ്റെ മുത്തേ. പവർ സ്റ്റാർ ഈ കൊല്ലം ഉണ്ടാവും. പ്രിയ പെണ്ണിനെ മാറ്റി നൂറിൻ. ഇതില് നൂറിനല്ലേ നായിക, പ്രിയ സെക്കൻഡ് ഹീറോയിനാണ് ഫിലിമില്. താങ്ക് യു. അത്യാവശ്യം കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സലീം കുമാർ മോനു ഡയലോഗിൽ. മണവാളം ചോദിക്കുന്നുണ്ട്, മണവാളം ഇങ്ങോട്ട് വാ. നൂറിനെ കട്ട സപ്പോർട്ട്. പടം പുതിയ പുതുമുഖങ്ങൾക്ക് അവസരം ഉണ്ടാകുമോ? ഉണ്ട് ഇൻഷാ അല്ലാ. കട്ട സപ്പോർട്ട്. ഹലോ, പടം കണ്ടു ബ്രോ, നല്ല പടമാണ്. ക്ലൈമാക്സ് കൊള്ളായിരുന്നു, നല്ലൊരു മെസ്സേജാണ്. ടിക്കറ്റിൻ്റെ ഹാഫ് കൊണ്ടുപോയ ക്ലൈമാക്സ് കാണാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടല്ലോ. ക്ലൈമാക്സ് കോമഡിയാണോ?
എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇൻഷാല്ലാ. ന്യൂ ക്ലൈമാക്സ് നൂറിന് കട്ട സപ്പോർട്ട്. നൂറിൻ എനിക്ക് പടം കണ്ടില്ല, ഇൻഷാല്ലാ ഉടൻ കാണാം എന്ന് ഫ്രണ്ട്സൊക്കെ പറയുന്നു ഫിലിം വേണ്ട കൊള്ളൂല എന്ന്. നൂറിൻ എവിടെയാണെന്ന് ചോദിക്കും. നൂറിൻ ഇവിടെ ഉണ്ട്. മഹബൂബ് താങ്ക് യു ഇക്ക. മിഥുൻ ചേട്ടാ പ്രിയ പോരാ, നൂറിൻ പൊളിയാണ്, ഞാൻ കണ്ടായിരുന്നു, കൊള്ളാം. നിങ്ങൾ പടത്തിന് ടിക്കറ്റ് കിട്ടാത്ത ആളുകൾ പണ്ടടങ്ങിപ്പോകും. മണവാള റഫീക്ക പ്രിയൻ നൂറിനെ എല്ലാവരും കൊള്ളാം, പിന്നെ ഈ ഇകഴ ചെയ്യുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. മണവാള SB ബ്രോ ലിപ് ലോക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇത് നൂറിൻ വരുന്ന നൂറിൻ്റെ കൊടുക്കാം. സിയാദ് ഉമ്മ. സോ ചേട്ടാ എനിക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ, എന്തുവാ ബ്രോ ക്ലൈമാക്സ് യൂട്യൂബിൽ ഓൾറെഡി കണ്ടത്? ഇഷ്ടം വരില്ല. ചങ്കെ ചങ്കെ KPM ചങ്കെ സിയാദ് ഫാൻ അസോസിയേഷൻ ഇട്ടിട്ടുണ്ട്. ഇരുട്ടി കണ്ണു. സോ സിനിമ കാണാൻ ഇത്ര നേരം സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. നമ്മള് ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷമുണ്ടായത് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത റെസ്പോൺസ് നല്ല രീതിയിൽ ഇപ്പോൾ കിട്ടി തുടങ്ങി. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പം പുതിയ ക്ലൈമാക്സ് ആയിട്ട് നാളെ മുതൽ വീണ്ടും വരാണ്. സോ നേരത്തെ ചെയ്യാതെ പറഞ്ഞ കണക്ക് ഓൾറെഡി ടിക്കറ്റ് ഉള്ളവർക്ക് നമ്മൾ ഫ്രീ ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. ടിക്കറ്റിൻ്റെ ഹാഫായിട്ട് വന്നാൽ മതി കേട്ടോ. സോ സിനിമ പോയി കാണുക, എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടം ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ. ലവ് യു നൂറിൻ. ലവ് യു ടു പറ. അല്ലേ അവിടെ ലവ് യു നൂറിൻ. ലവ് യു അലക്സ് തോമസ്. നൂറിൻ നല്ല ശബ്ദം, പാട്ട് പാട്. നൂറിൻ പറയുമ്പോൾ ബോർ ആൻഡ് ഫ്രിയ ഈസ് ഗുഡ്. യാ താങ്ക് യു.